മുഹമ്മദ് നബിയുടെ അനുവാദത്തോടുകൂടി സഅദ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ തന്റെ ഭാര്യയെ കൂട്ടുകാരൻ അബ്ദുറഹ്മാന് ലൈംഗിക വീഴ്ചയ്ക്കായിട്ട് കൈമാറി. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3780 ഹദീസ്. 3780 ഹദീസാണ്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം തെറി പറയാൻ വരാൻ. സ്വാഗതം. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം തെറി പറയാൻ വരാൻ. എത്ര അഹങ്കാരത്തോടു കൂടിയാ സ്വാഗതം സ്വാഗതം. ഇതാ ഇപ്പം നോക്കിക്കോ, സ്വഹീഹുൽ ബുഖാരിയിലെ 3780 ഹദീസ് എടുത്ത് വായിക്കാം. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വായിക്കാം. അതിലങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം തെറി പറയാൻ പറയാം. ഇന്ന് തെറിയുടെ പൂരമായിരിക്കും. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളുകളോട് ഇപ്പം തെറി പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പറയും, ആരെങ്കിലുമൊക്കെ പറയും. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി നഊദുബില്ലാ കാക്കട്ടെ സഅദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന് കൊടുത്തുന്ന ആരെ ഈ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനു? അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താണെങ്കിലും അതിന് മൊത്തത്തിലൊരു തീം പറഞ്ഞുതരാം. കാരണം ഈ സ്ത്രീ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സത്യാവസ്ഥ കുറച്ച് ആളുകൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് മക്കയിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി എന്ന് വെച്ചാൽ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് മക്കയിലെ ഖുറൈശികളും മുശ്രിക്കുകളും തങ്ങളുടെ എല്ലാ സമ്പത്തുകളും മക്കയിൽ ഉപേക്ഷിച്ച് ബിഗ് സീറോ ആക്കി വിട്ട കുറേ ആളുകളുണ്ട്, മുസ്ലിമീങ്ങൾ. അവരാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവർ ഹിജ്റ ചെയ്ത് മദീനത്തേക്ക് എത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എത്തി. അപ്പോൾ അവരെ സ്വീകരിക്കാൻ ഉണ്ടാക്കിയൊരു ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടി പ്രകാരമാണ് മദീനയിലുള്ള ആളുകൾ ഒരു സാഹോദര്യ ബന്ധമുണ്ടാക്കി, അവർക്കിടയിൽ സാഹോദര്യ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എത്രത്തോളം ആപ്റ്റാവുമെന്ന് അറിഞ്ഞൂടാ. ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഒരുപാട് ആളുകളുടെ വീടും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു. അവരെ അഭയാർത്ഥികളായി ഒരിടത്ത് കഴിഞ്ഞുകൂടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാം, ഞങ്ങളുടെ സമ്പത്ത് നൽകാം, ഞങ്ങളുടെ വീട് നൽകാം, ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അവരെ സ്വീകരിച്ച് അവരെ കൂട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അതുപോലെ തന്നെ മക്കയിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇതുവരെ സമ്പാദിച്ചുണ്ടാക്കിയത് സർവ്വതും മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ വിട്ടിട്ട് ബിഗ് സീറോ ആയിട്ട് കാലിയായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ദുനിയാവിനെ നോക്കിയില്ല. അള്ളാഹുവിന് വേണ്ടി യാത്ര ചെയ്തു പോയ ആളുകൾക്ക് പടച്ചതമ്പുരാൻ നൽകിയ ഗിഫ്റ്റാണ് മദീന, യസ്രിബ് എന്ന രാജ്യം. അവിടുത്തെ ആളുകൾ, അവിടുത്തെ സ്വീകരണം, അവിടെ താല അൽ ബദുറു അലൈന കേട്ടിട്ടില്ലേ? ഇത് പാടിയാണ് സ്വീകരിച്ചത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു സംഭവം. ഇതാണ് ഇതിൻ്റെ തീം. ഈ സ്ത്രീ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഅദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ ലൈംഗിക വീഴ്ചയ്ക്ക്, ആ വാക്ക് നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുവാദത്തോടുകൂടി സഅദ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ തന്റെ ഭാര്യയെ കൂട്ടുകാരൻ അബ്ദുറഹ്മാന് ലൈംഗിക വീഴ്ചയ്ക്കായിട്ട് കൈമാറി. എന്തിനാണ് ഇങ്ങനെ? ഇവരെന്താണ് പഠിച്ചത്? പോട്ടെ, അപ്പോൾ അത് കൊടുത്തു എന്നാ. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. അത് വായിച്ച് തന്നെ അറബിയിൽ തന്നെ അർത്ഥം വെച്ച് തരാം. ആ ഹദീസിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ എന്നെ പൊങ്കാല കിട്ടോളാൻ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം തെറി പറയാൻ വരാൻ. സ്വാഗതം. ഞങ്ങള് മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഞങ്ങൾക്കിടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കി. ബൈനി വ ബൈന സഅദ് ബിൻ റബി, എൻ്റെയും സഅദ് റളിയല്ലാഹുവിൻ്റെ ഇടയിൽ ഉണ്ടാക്കി. അപ്പോൾ സഅദ് റളിയല്ലാഹു പറഞ്ഞു, ഇന്നി അക്സറുൽ അൻസാരി മാലൻ, അൻസാറുകൾക്കിടയിൽ ധാരാളം സമ്പത്തുള്ള ആളാണ് ഞാൻ. ഫഅഖ്സിമുലക നിസ്ഫ മാലി, താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി, നോക്കി എത്ര വിശാല മനസ്കനാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ താങ്കൾക്ക് നൽകാം. വന്നൂർ അയ്യ സൗജത്തയ്യ ഹവൈത നസൽത്തുലക അൻഹ ഫൈദാ ഹല്ലത്ത് തസവ്വജ്തുഹ, എനിക്ക് 2 ഭാര്യമാരുണ്ട്, താങ്കൾക്ക് ആരെയാണോ ഇഷ്ടം അവരെ താങ്കൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്തു തരാം. ഇത് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കതയിൽ നിന്ന് സഅദ് റളിയല്ലാഹു പറഞ്ഞതാണ്. പക്ഷേ അവിടെ ബ്ലൂ മാർക്ക് ഞാൻ ചെയ്തിരിക്കുന്ന നോക്കിയേ. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ലാ ഹാജത ലീ ഫീ ദാലിക, എനിക്കതിൻ്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, അബ്ദുറഹ്മാൻ അള്ളാഹുവിന് കല്യാണം കഴിച്ചിട്ടില്ല. ഹദീസ് തുറന്നു വെച്ചല്ലേ പറയുന്നത്. പിന്നെ ഈ സ്ത്രീക്ക് എവിടെ നിന്നത് കിട്ടിയത്? അബ്ദുറഹ്മാൻ ഹൽമിൻ സൂഖിൻ ഫീഹി തിജാറത്തുൻ, ഇവിടെ കച്ചവടം ചെയ്യാനായി ഏതെങ്കിലും സൂക്കുണ്ടോ, ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റ്, കൈനുക്ക എന്നൊരു മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. അതിലേക്ക് അബ്ദുറഹ്മാൻ അള്ളാഹുവിന് പോകുന്നു. അല്പം പാൽക്കട്ടിയും തൈരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആശീർവാദത്തിന് പോകുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പോയി കച്ചവടം ചെയ്തു. അങ്ങനെ അദ്ദേഹം വലിയ കോടീശ്വരനായി. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബ്ദുറഹ്മാൻ അള്ളാഹു ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് സുഗന്ധമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഫമാ ലബിസ അൻജ അബ്ദുറഹ്മാൻ അലൈഹി അസറു സുഫ്രത്തിൻ, നല്ല സുഗന്ധമൊക്കെ അടിച്ച് നല്ല വസ്ത്രമായിട്ട് ധരിച്ചിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുറഹ്മാൻ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു, തസവ്വജ്ത, നീ കല്യാണം കഴിച്ചോ അബ്ദുറഹ്മാനെ? ഖാല നഅം, അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു അതെ കല്യാണം കഴിച്ചു. ഖാല റസൂലുള്ളാഹി ചോദിക്കുകയാണ് വമൻ, ആര്? കണ്ടു, ഈ ആര് എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു ഈ 2025 ഈ ജാമിദക്ക് വേണ്ടിയാണ്. കാരണം ഈ ജാമിദ സഅദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ കല്യാണം കഴിച്ചു എന്നല്ലേ പെണ്ണ് കൂട്ടി കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഹദീസിലെ താഴെ വമൻ, നീ ആരെയാണ് കല്യാണം കഴിച്ചത്? ഖാല അബ്ദുറഹ്മാൻ പറഞ്ഞു ഇംറഅതൻ മിനൽ അൻസാർ, അൻസാറിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത്. അൻസാറുകളിൽ നിന്നും ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ ജാമിദ പറയുന്ന പെണ്ണിനെ അല്ല. കേട്ടാ? പിന്നെ ചോദിക്കുകയാണ് കം സൂക്കത്ത, നീ എത്ര കൊടുത്തു? ഞാനൊരു ഈത്തപ്പഴത്തിൻ്റെ അത്രയും സ്വർണം മഹർ കൊടുത്തു. അപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ ഒരു വലീമ ഒരാടിനെ പിടിച്ചിറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണം അത്രയും സിമ്പിളാണ്. ഇന്ന് ലക്ഷങ്ങൾ രൂപ മുടക്കി, കോടികൾ മുടക്കി, ആഡംബരം വെച്ച് പരസ്പരം പെരുമ നടിക്കുന്ന ആളുകൾക്കുള്ളൊരു മാതൃകയും കൂടിയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം വിളിച്ചിട്ടില്ല. ആര്? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മളിന്നിപ്പോൾ ഒരു മഹലിലെ ഉസ്താദിനെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയൊക്കെ ക്ഷണിക്കാതെ കല്യാണമൊക്കെ നടത്തി, നീ അവനെ വിളിച്ചില്ലേ, നീ എന്തൊരു മനുഷ്യനാ, ഇങ്ങനെയൊക്കെ ഒന്നും വേണ്ട. ഇസ്ലാമിക് കൾച്ചർ പഠിപ്പിച്ചിരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ക്ഷണിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞു വന്നിരിക്കുമ്പോൾ ചോദിക്കണം തസവ്വജ്ത, നിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ബഹിഷ്കരിച്ചിട്ടൊന്നുമില്ല. നീ എന്തുകൊണ്ട് നബിയോട് പോലും പറഞ്ഞില്ല ഒരു വാക്ക്? കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളാണ്, വലിയ ആർഭാടം കൊണ്ട് കൊണ്ടുനടക്കേണ്ടതൊന്നും അല്ല. അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും നീ ഒരു ആടിനെ ഇറക്കാൻ പറയുന്നുണ്ട്. ഇനി ഈ ഹദീസിന് ഷെറഹും കൊണ്ട് ജാമിദ കണ്ടില്ലല്ലോ. ആ മൻ ആരെയാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചില്ലേ? ഇതാണ്ട് ആ റെഡ് ടിക്ക് ചെയ്തിരിക്കുന്ന നോക്കി. സുമ്മ അത്ത ഇലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. അസറു സുഫ്രത്തി ത്വയ്യിബി അല്ലദീ തത്വയ്യബ ബിഹി, നല്ല സുഗന്ധവും വസ്ത്രമൊക്കെ ധരിച്ചു വന്നു. ഫസഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തസവ്വജ്ത, താങ്കൾ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖാല നഅം, അതെ എന്ന് പറഞ്ഞു. വമൻ, ആരെയാണ് കല്യാണം കഴിച്ചത്? ഇംറഅതൻ മിനൽ അൻസ്വാർ, അൻസ്വാറിൽ നിന്നുള്ളൊരു പെണ്ണിനെയാണ്. ആ പെണ്ണാരാണെന്നും അതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. വഹിയ ബിന്ദു അനസ് ബിൻ റാഫിഅ ബിൻ ബനി അബ്ദുൽ അഷ്ഹൽ, അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലുള്ള റാഫിൻ്റെ അനസിൻ്റെ മകൾ, ഒരു വഹിയ ബിന്ദു അനസ് എന്ന് പറയുന്നത്, അനസിൻ്റെ മകൾ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. കേട്ടാ? അല്ല ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് കൂട്ടി കൊടുത്തിട്ടുമില്ല. സഅദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ ലൈംഗിക വേഴ്ചയ്ക്ക് വിട്ട് കൊടുത്തിട്ടുമില്ല. ഈ മണ്ടത്തരം ആ ഊള ചിരിയിരിക്കുന്ന ആളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മതി. കേട്ടാ?
ഇനിയും പുതിയ മണ്ടത്തരങ്ങളായിട്ട് വരണം. കാരണം വിശ്വാസികൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്.